നമസ്കാരം. മലയോര എക്സ്പ്രസ് ന്യൂസിൻ്റെ സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മാടത്തിൽ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ശ്രീ റയീസ് കണിയാറക്കലാണ്. അദ്ദേഹം തൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ മലയോര എക്സ്പ്രസുമായി പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം ശ്രീ റയീസ് കണിയാറക്കൽ. സാർ, സ്ഥാനാർത്ഥി പര്യടനങ്ങളൊക്കെ എവിടം വരെയായി? സ്ഥാനാർത്ഥി പ്രകടനം ഏകദേശം ഈ മാടത്തിൽ ഡിവിഷനിലുള്ളത് 7 വാർഡാണ്. 7 വാർഡെന്ന് വെച്ചാൽ പെരുവമ്പറമ്പ്, വളപ്പറ, തന്തോട്, കരുവണ്ണൂർ, മാടത്തി, കുന്നോട്ട്, വട്ടിയറ. ആ മേഖലയിൽ 80% വീടുകളും ഞാൻ കയറി. ഓരോ വാർഡിലും 80% വെച്ച് വീട് കയറി. ബാക്കി വീടുകൾ ഈ 10-ാം തീയതിക്ക് മുമ്പായിട്ട്, ഏകദേശം 9-ാം തീയതി 10-ാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ വോട്ടർമാരെയും പരമാവധി നേരിൽ കാണുന്ന ആഗ്രഹം. അത് വെച്ച് പരമാവധി ആളെ കണ്ടുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ 8 മണി മുതൽ കയറി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് മുമ്പാണ് നിർത്തിയത്. ഇനി വീണ്ടും വൈകുന്നേരം കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പദയാത്രയുണ്ട് എൻ്റെ സ്വന്തം വാർഡിൽ. എൻ്റെ 1-ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പം 15-ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് പര്യടനമുണ്ട്, പദയാത്രയുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് 3 മണിക്ക് തുടങ്ങുന്ന പദയാത്രയാണ്. അതിന് മുമ്പാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഇവിടെ എത്തി സംസാരിക്കാൻ തയ്യാറ്. ഈ വീടുകളിൽ നമ്മൾ വോട്ടർമാരെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാ പ്രതികരണങ്ങൾ എന്താണ്? അവർ വളരെ തൃപ്തരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായി പായം മണ്ഡലത്തിൽ KSU അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി 5 വർഷക്കാലം, അതിനു മുമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പാർട്ടി എന്നെ ഭാരിച്ച ഉത്തരവാദിത്തം ഏൽപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നായിരുന്നു. ആ ഉത്തരവാദിത്വം ഇന്നേ ദിവസം വരെ നിറവേറ്റിയിട്ടുണ്ട്. പാർട്ടി പറയുന്ന ഏത് പരിപാടികളും അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഞാനുമായി ബന്ധപ്പെടുന്ന പല രാഷ്ട്രീയം നോക്കാതെ, വ്യക്തികളെ നോക്കാതെ എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ വിഷയത്തിനും പരിഹാരം ചെയ്തു കൊടുത്തുന്ന എൻ്റെ മനസ്സാക്ഷിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ വീടുകൾ കയറുമ്പോൾ, ഓരോ പ്രദേശത്തും കയറുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നു. അരനൂറ്റാണ്ടിൽ മേലെ ആയി ഈ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷമായി നമ്മളെ പാർട്ടി ഭരിക്കുന്നത്. നല്ല നിലയിൽ പ്രവർത്തനം. പക്ഷേ ഇവിടെ ഈ വാർഡിൽ, ഈ ബ്ലോക്കിൽ ഇതുവരെ ഒരു UDFൻ്റെ ഡിവിഷനിൽ സ്ഥാനാർത്ഥി, ഒരു മെമ്പറോ ഉണ്ടായിട്ടില്ല. അത് ഇത്തവണ ചരിത്രം ജനങ്ങൾ മാറ്റിക്കൊടുക്കും. വിജയം ഉണ്ടാകുമെന്നാണോ? ഉണ്ടാകുന്ന ജനങ്ങൾ, എൻ്റെ പ്രതീക്ഷ ജനങ്ങളിലാണ്. എൻ്റെ പ്രതീക്ഷ എൻ്റെ വോട്ടർമാർ, ഈ 7 വാർഡിലെ വോട്ടർമാരും എന്നോട് എൻ്റെ ഒരു സഹോദരൻ തുല്യമാണ് എന്നെ അവർ കാണുന്നത്. ഞാൻ എല്ലാ വീടുകളും നേരിക്കണ്ട് പോയപ്പോൾ ഒരു വീട്ടിൽ എനിക്കറിയാതെ ഒരു വീടില്ല. ഒന്നുകിൽ അവിടുത്തെ അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ അവിടുത്തെ സഹോദരൻ. എന്നെ അറിയാം, റയീസ് എന്ന വ്യക്തിയെ അറിയാം. ഞാൻ ഇതിനു മുമ്പും ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ജയിച്ചു വന്നാൽ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് മുന്നോട്ട് പ്രവർത്തനം കൊണ്ടുപോകാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഞാൻ ബഹുമാന്യനായ കണ്ണൂർ MP K സുധാകരൻ്റെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപേൻ്റെ പദ്ധതി ഈ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. IMS ലൈറ്റ് ആയിട്ട് പെരിങ്കേരി മുതൽ ഇങ്ങ് കരിയാൽ വരെ പെരുവമ്പറമ്പ് എല്ലാ മേഖലയിലും 9ഓളം IMS ലൈറ്റ് സ്ഥാപിക്കാൻ ഞാൻ മണ്ഡലം പ്രസിഡന്റ് എന്നതിൽ, പാർട്ടി പ്രതിനിധി എന്നതിൽ MP തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യനായ MLA പല റോഡുകളും നമ്മുടെ ബൂത്ത് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും എന്നോട് സമീപിച്ചപ്പോൾ ഡയറക്റ്റ് പറഞ്ഞ് MLA പല റോഡുകളും വികസനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വികസനം വരണ്ടെങ്കിൽ വാർഡിൽ മെമ്പറും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറും ഉണ്ടായാല MLAക്കും MPക്കും മുന്നോട്ട് പോകാൻ പറ്റും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെ മെമ്പർ അവർ രാഷ്ട്രീയം കാണുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് റോഡ് കൊടുക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല, രാഷ്ട്രീയവും ഇല്ല. ജനങ്ങളെ ഫണ്ടാണ്. ആ ഫണ്ട് ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് എൻ്റെ ഉത്തരവാദിത്വം. എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ അവരുടെ ഒരു പ്രതിനിധിയായി, രാഷ്ട്രീയത്തിനപ്പുറം എന്നെ സംബന്ധിച്ച്, എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കത്തോ ഒരു എഴുത്തോ കുത്തോ ഒന്നും വേണ്ട. ലോക്കലിലോ അല്ലെങ്കിൽ ബൂത്ത് തലത്തിലോ ഒന്നും ബന്ധപ്പെടാം. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവിടുത്തെ പ്രവർത്തകരുമായി ആലോചിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തി ജനങ്ങളിൽ എത്തിച്ചേരും. താങ്കൾ പായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് താങ്കൾ ഭാരിച്ച ഉത്തരവാദിത്തമാണല്ലോ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കളുടെ വാർഡിൽ, ഡിവിഷനിൽ എത്ര വാർഡുകളാണ് ഉള്ളത് നിലവിൽ? എൻ്റെ ഡിവിഷനിലുള്ളത് 7 വാർഡാണുള്ളത്, എൻ്റെ ഡിവിഷനുള്ളത്. പക്ഷേ ഞാൻ മണ്ഡലം പ്രസിഡന്റ് എന്നതിൽ എൻ്റെ മണ്ഡലത്തിൽ 10 വാർഡാണ്. ഞാൻ 10 വാർഡിലും ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിലും 7 വാർഡിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും
10 വാർഡും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ താൽക്കാലിക ചുമതല 14-ാം തീയതി വരെ എൻ്റെ സഹപ്രവർത്തകന് കൈമാറിയിട്ടുണ്ട്. പാർട്ടി DCC കൈമാറിയതാണ് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ. എന്നാലും പാർട്ടിയെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കൂടി ഞാൻ ഈ സ്ഥാനാർത്ഥി എന്നതിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ അവർ ഒറ്റപ്പേരുണ്ടായിരുന്നു ഈ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കാൻ. ഞാൻ ഒരു കാരണവശാലും മത്സരിക്കാൻ വന്ന ഒരാളല്ല. ഞാൻ എൻ്റെ പാർട്ടിയെ നല്ല നിലയിൽ 5 വർഷക്കാലം പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ച് 3300 വോട്ടോളം പഞ്ചായത്തിൽ ചേർത്തതിൽ 1600 വോട്ടും UDF ചേർത്ത വോട്ടാണ്. അതിൻ്റെ ഇറങ്ങിയ സമയത്ത് ഫുൾ ടൈം ഒരു മണ്ഡലം പ്രസിഡന്റ് എന്താ ചെയ്യേണ്ടത്, ഒരു പ്രസ്ഥാനം എന്താ ചെയ്യേണ്ടതെന്ന രീതിയിൽ പഞ്ചായത്തിലിരുന്ന് എൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ എൻ്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടുകൂടി എല്ലാം ഇറങ്ങി നടത്തി എല്ലാ പ്രദേശത്തെ അവിടെയും മറ്റു പാർട്ടികൾ ചേർത്ത വോട്ടും കൂടി ഞാൻ ഇറങ്ങിയുള്ള സൗകര്യങ്ങൾ ആ പഞ്ചായത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഒരു വോട്ടർ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിച്ച് ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന എൻ്റെ പഞ്ചായത്തിൽ താമസിക്കുന്ന വോട്ടർ നിർബന്ധമായും വോട്ടർ ആകണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. അത് എനിക്ക് അനുകൂലമാവും. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളൂ, എന്നെ നിങ്ങൾ ജയിപ്പിച്ചാൽ നിങ്ങളോടൊരു പ്രതിനിധിയായി ഈ 7 ഡിവിഷൻ മാത്രമല്ല, ഞാൻ ഈ പഞ്ചായത്തിലെ എല്ലാ കാര്യത്തിലും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കൈയടത്തിലുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ MLA-യും MP-യും ഏത് സമയത്തും നമ്മൾ എന്താവശ്യപ്പെട്ടാൽ തരുന്ന ഒരു ആൾക്കാരാണ്. അവർക്ക് വികസനത്തോട് ഒരു എതിർപ്പുമില്ല. അവർ വികസനം മുന്നോട്ട്, പ്രത്യേകിച്ച് MLA 24 മണിക്കൂർ നിലയിൽ ഓടുന്ന ഒരു MLA ആണ് പേരാവൂർ നിയോജക മണ്ഡലം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം MLA ഒന്നും ചെയ്തില്ല. പക്ഷേ വികസനം നിങ്ങൾ TV-ക്കാർ പോയി ചാനലുകാർ പോയി പരിശോധിച്ചാൽ MLA ചെയ്ത സണ്ണി ജോസഫ് എന്ന MLA ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇവിടെ. 140 MLA-മാരിൽ ഏറ്റവും കൂടുതൽ ഹാജരുള്ള MLA-യും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതാണ് സണ്ണി ജോസഫ്. അതുപോലെ തന്നെ നമ്മുടെ MP കഴിഞ്ഞ തവണ 1,20,000 വോട്ടോളം ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ചെറിയ മാർജിന ഈ പായം പഞ്ചായത്ത് ഉണ്ടായിട്ടുള്ളൂ. 500 വോട്ടിൻ്റെ ലീഡ് മാത്രം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ഒന്നിടോട്ടെ, ഈ പായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, അതോടൊപ്പം തന്നെ പായം പഞ്ചായത്തിൽ ആകമാനം ഈ മേഖലയിൽ നിരന്തരം ആളുകളുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പായം പഞ്ചായത്ത് ഇക്കുറി UDF 25 വർഷത്തിന് ശേഷം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം അതിൻ്റെ നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത് 1995 കക്കട്ടിൽ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പെരിങ്കേരിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി. അതുപോലെ തന്നെ കോളിക്കാട് നമ്മളെ ബാലാട്ടൻ മെമ്പറായിരുന്നു. ആ ഭൂരിപക്ഷത്തിലാണ് പഞ്ചായത്ത്. ഇത്തവണ UDF 10 സീറ്റിന് മേലെ സീറ്റ് പിടിച്ച് അധികാരത്തിലെത്തും. അതിൻ്റെ പ്രവർത്തനം 5 വർഷക്കാലം അതുപോലെ തന്നെ പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം DCC-യും KPCC-യും 25 മിഷൻ എന്ന പരിപാടിയിലൂടെ ഞങ്ങളെ ബൂത്ത് പ്രസിഡന്റുമാരും വാർഡ് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹികൾ ബ്ലോക്ക് ഭാരവാഹികൾ എല്ലാം ചാർജ് കൊടുത്ത് DCC-ക്ക് ചാർജ് കൊടുത്ത് എല്ലാ പഞ്ചായത്തിലും ഈ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടി ശക്തമായി 1 വർഷക്കാലം മുമ്പേ ഈ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് പായം പഞ്ചായത്തിലുണ്ടാവും. തൊട്ടടുത്ത പ്രദേശങ്ങളെല്ലാം നമ്മൾ കൈവിട്ടുപോയ പഞ്ചായത്തുകളുണ്ട്. അതൊക്കെ ഇക്കുറി തിരിച്ചു പിടിക്കും. അതിനുള്ള ദൗത്യത്തിലാണ് നമ്മളുള്ളത്. അതായത് ഈ കുറേ വർഷങ്ങളായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം, പായം പഞ്ചായത്തിലെ ഭരണപക്ഷത്തിലൊരു വികസന മുരടിപ്പ്, അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയ അവസ്ഥ, അതുപോലെ തന്നെ ഒരു തിയേറ്റർ കോംപ്ലക്സിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു, സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു, അവിടെ ഒരു ശ്മശാനം ഉണ്ട്, ആ ശ്മശാനം പൂട്ടിക്കിടന്നു സാധാരണക്കാരന്, അതുപോലെ തന്നെ കുടുംബശ്രീ കഫേ അത് പൂട്ടിപ്പോയി, അങ്ങനെ അതുപോലെ തന്നെ വഴിയോര പാർക്കുകളെല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. അങ്ങനെ നിരവധി പദ്ധതികളെല്ലാം കൂടി പാതി വഴിയിലേക്കാക്കി എന്ന് നിരന്തരം പായം പഞ്ചായത്തിലെ പ്രതിപക്ഷം UDF ആരോപിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പ്രതിപക്ഷം മാത്രമല്ല, പായം പഞ്ചായത്തിൽ 24,000, 23,000, 24,000 വോട്ടർമാരോളം ഏകദേശം ഉണ്ട് വോട്ടർമാരായിട്ട്. പക്ഷെ അതിൽ കൂടുതൽ ജനസംഖ്യയുണ്ട് വോട്ടില്ലാത്തവരും കുഞ്ഞുങ്ങളും മക്കളും എല്ലാം ആയിട്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് പായം പഞ്ചായത്തിൽ ഈ തിയേറ്റർ കോംപ്ലക്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ ശ്മശാനത്തെക്കുറിച്ച് സമരം ചെയ്തൊരു വ്യക്തിയാണ്. മണ്ഡലം പ്രസിഡന്റ് എന്നതിൽ പലതവണയും സമരം ചെയ്യും. സമരം ചെയ്യുന്ന 3-ാമത്തെ ദിവസം ഇവർ ശരിയാക്കും. പിന്നീട് ആദ്യം ഒരാഴ്ച കഴിഞ്ഞാൽ പൂട്ടും. ഇവിടുന്ന് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു, നമ്മളിപ്പോൾ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ശ്മശാനമാണ് നമുക്ക് പള്ളി. ക്രിസ്ത്യൻസിന് അവരെ സെമിത്തേരി ഉണ്ട്. തീർച്ചയായും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ശ്മശാനങ്ങളാണ്. വീടുകളിൽ 5 സെന്റ് സ്ഥലം 10 സെന്റ് സ്ഥലം ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ശ്മശാനം ഏറ്റവും അടുത്തുള്ള കോളിക്കടവ്. അത് ഇവർ കൊടുത്തത്
സൊസൈറ്റിക്ക് കൊടുത്തു, എല്ലാം കഴിഞ്ഞു, എല്ലാം റെഡിയായി. ഇതുവരെ ഒരു കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ്, കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വിവരാശ പ്രകാരം കൊടുത്തു. 30 ദിവസം കഴിഞ്ഞ് എനിക്ക് വിവരാശത്തിന് മറുപടി കിട്ടി. തിയേറ്റർ കോംപ്ലക്സിന് 9 കോടി റുപ്യോളം ലോൺ വാങ്ങിച്ചു, അതിന് പലിശ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഫേ, ഒരു വ്യക്തി പ്രൈവറ്റ് വ്യക്തിയോട് വാടകയ്ക്ക് വാങ്ങിച്ച് വാടക കൊടുത്തില്ല. അതുപോലെ തന്നെ ആ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അതുപോലെ പല വിഷയങ്ങളും ഇവർ നടന്നു. അത് സർക്കാരിൽ നിന്ന് 50% സബ്സിഡി മേടിച്ച സംഭവമാണ്. അത് പക്ഷേ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അങ്ങനെ വരുന്നൊരു പദ്ധതിയാണെന്ന് തോന്നുന്നു. അത് പഞ്ചായത്തിൽ അന്വേഷണം, പഞ്ചായത്തുമായിട്ട് ബന്ധമില്ല എന്നാണ് വിവരാശം പ്രകാരം കൊടുത്തത്. അതുപോലെ തന്നെ ഈ ശ്മശാനം ഞാൻ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ ഫസ്റ്റ് വിഷയം ശ്മശാനം ഏത് രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വഴി കൊണ്ടുവരാൻ പറ്റുമോ, പഞ്ചായത്തിനാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനത്തിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ മാടത്തിൽ ബ്ലോക്ക് ഡിവിഷനിലെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ വിജയിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വികസന മുരടിപ്പ് താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഓരോ വീടുകളിൽ പോയി എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഓരോ വീട്ടിൽ പോയിരുന്നു നമ്മളൊക്കെ ഒരു മാന്യമായ ജീവിതം, വലിയൊരു ഹൈ ലെവലിൽ ചെറിയൊരു ലെവലിൽ നമ്മൾ ജീവിക്കുന്നു. എത്രയോ വീടുകൾ കട്ടപ്പുര, തേക്കാതെ വീടുകൾ, വഴിയില്ലാത്ത സ്ഥലം, വെള്ളം കിട്ടാതെ, കുടിവെള്ളം കിട്ടാതെ ഏറിയ. ഇവർ പറഞ്ഞല്ലോ ദാരിദ്ര്യം മുക്തമാക്കി, ഒന്നും ദരിദ്രരില്ലാതെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു, എൻ്റെ കൂടെ വാ. തൊട്ടപ്പുറത്തെ അളപ്പുറപാട്, അതുപോലെ നമ്മളെ 4 സെന്റ് കോളനി, എൻ്റെ തൊട്ട് പ്രദേശമായ 4 സെന്റ് കോളനിയിലെ അവസ്ഥയിലൊന്ന് കാണണം. സാധാരണ മനുഷ്യർക്ക് നല്ല രീതിയിൽ ഇവർ 1 കോടി പാസ്സാക്കി, 2 കോടി പാസ്സാക്കി എന്നിട്ട് പല സ്ഥലത്തും. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു പഞ്ചായത്തിൻ്റെ ഒരു വീട് കൊടുത്തു. ഇവിടുന്ന് 3ാമത്തെ ഒരു വീട് അത് പഞ്ചായത്ത് പാസ്സായി. ഇപ്പം എൻ്റെ ഡോക്യുമെൻ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ബോട്ട് അഭ്യർത്ഥിച്ച് പോയപ്പോൾ ഇത് രാഷ്ട്രീയം അവർ പറയുന്നതാണ്. എന്നുവെച്ചാൽ ബോട്ട് വരുമ്പോൾ പെൻഷൻ കൊടുക്കുക, അത് കൊടുക്കുക, ഒരിത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയും, ഏത് രാഷ്ട്രീയ പാർട്ടിയാലും UDF ആയാലും LDF ആയാലും ജനങ്ങളോട് മാന്യത കാണിക്കണം. വോട്ട് ചെയ്യുന്ന സമൂഹത്തോട് അവരൊരു വോട്ടർ ബാങ്കായി മാത്രം കണക്കാക്കരുത്. അവർക്ക് വേണ്ടി സേവനം നടത്താം. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെമ്പർ അല്ലാത്ത രീതിയിൽ ഞാൻ 50 ലക്ഷം രൂപേൻ്റെ പ്രോജക്റ്റ് ഈ പഞ്ചായത്ത് കൊണ്ടുവന്നു. ഞാൻ അവരെ ഏത് പാർട്ടിക്കാരും സമ്പാദിക്കും. എനിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടിയൊന്നും ഞാൻ നോക്കുന്നില്ല. എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ എന്നും ജനങ്ങളോടെ ഉണ്ടാവും, ജനങ്ങളെ വിഷയത്തിൽ ഇടപെട്ടോട്ടെ. താങ്കൾ ഈ പഞ്ചായത്തിലേക്ക്, ഇതുപോലെ ത്രിതല പഞ്ചായത്തിലേക്കൊക്കെ ആദ്യമായിട്ടാണോ കന്നി അംഗം കുറിക്കുന്നതാണോ? കന്നി അംഗം കുറിക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഏകദേശം പരിഗണിച്ചതാണ്. ആ സമയത്ത് പാർട്ടി നോമിനേഷൻ കൊടുത്തു. പാർട്ടി എന്നെ വിഡ്രോ ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. പാർട്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു. സഹപ്രവർത്തകരോടെ ഞാൻ കൃത്യമായി പ്രവർത്തിച്ചു. ഇത്തവണ ഒരു കാരണവശാലും എനിക്ക് സീറ്റ് തരണ്ടെന്ന് എൻ്റെ നേതൃത്വത്തോട് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് എൻ്റെ എല്ലാ നേതൃത്വത്തോടും ഞാൻ പറഞ്ഞു. എനിക്ക് നേതൃത്വം ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴും ഞാൻ പറഞ്ഞത്. അപ്പം ജനങ്ങളും പിന്നീട് എൻ്റെ പല മേഖലയിൽ ഞാൻ പോകുമ്പോൾ ആൾക്കാർ നിങ്ങൾ നിൽക്കണം, നിങ്ങൾ നിന്നാൽ ഈ ഡിവിഷൻ കിട്ടും എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ഞാനും ഒരു അരമനസ്സ് കാണിച്ചു. പിന്നെ എൻ്റെ സഹപ്രവർത്തകനും കൂടെയുള്ള ഈ സമയം വരെ എല്ലാ സഹപ്രവർത്തകരും കൂടെ എല്ലാ വർക്കിനുമുണ്ട്. പാർട്ടിയും ഉണ്ട്, പാർട്ടി ശക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും എൻ്റെ എല്ലാ രീതി പ്രവർത്തനങ്ങളും അവർ പങ്കുവെക്കുന്നുണ്ട്. അവരെന്നെ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവരോട് ഞാൻ പറയാനുള്ളത്, നിങ്ങളൊരു പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളൊരു പ്രതിനിധിയായിരിക്കും. അല്ലാണ്ട് UDFന്റെ ഒരു പ്രതിനിധിയായിട്ടല്ല ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തുക. ഈ പഞ്ചായത്തിലും അതുപോലത്തെ മറ്റ് സ്ഥലങ്ങളിലും എനിക്ക് ഇടപെടാൻ പറ്റുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എൻ്റെ പ്രസ്ഥാനം ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, 5 വർഷക്കാലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, അത് കഴിഞ്ഞ് 1 മാസം പോലും റെസ്റ്റ് ഇല്ലാത്ത സമയത്താണ് വീണ്ടും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി 5 വർഷം പൂർത്തിയാക്കുന്നത്. ഭാരിച്ച ഉത്തരവാദിത്വം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തുകൾ ചെറിയ ഇതെല്ലാം വന്നപ്പോഴാണ് എന്നെ പാർട്ടി ഏൽപ്പിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ നേതൃത്വം, എൻ്റെ ഭാരവാഹികളും എന്നോട് സഹപ്രവർത്തകരും നന്നായി എനിക്ക് ഹാർഡ് വർക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ ഞാൻ എന്നും സ്മരിക്കും. നാളെ ഈ പൊസിഷൻ ഇല്ലെങ്കിലും ഞാൻ അവരെ കൂടെ ഒരു സാധാരണ ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകാനാണ്. വിജയിക്കുന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് താങ്കൾ സംസാരിക്കുന്നത്. 100% വിജയിക്കും. പിന്നെ ബാക്കി ദൈവത്തിന്റെ ഇടയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലാണ്. ഇനി അവസാനമായിട്ട് താങ്കളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. താങ്കൾ ഈ മാടത്തിൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്നാല് താങ്കളുടെ മനസ്സിൽ ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിലുള്ള പദ്ധതികൾ? എനിക്ക് ഒന്നാമത് പറയാനുള്ളത്, നമ്മളെ മാടത്തിൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞൊരു സംവിധാനം മണ്ണിട്ടിട്ട് നേറ്റിയിട്ടുണ്ട്. ഞാൻ വിവരാശ പ്രകാരം ഡോക്യുമെന്റ് എടുത്തതാണ്. അത് പൈസി പ്രോജക്റ്റ് ഏത് സമയം ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിക്കണമെന്നാണ്. അതിന്റെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഞാൻ തരാം. തിരിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞാണ് എനിക്ക് ആ രേഖ കിട്ടിയത്. ഞാൻ പറയുന്നത്, അടുത്ത
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി MP ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ രാജ്യസഭാ MPന്റെ ഫണ്ട് ഉപയോഗിച്ചോ ഞാനൊരു കളിക്കാനുള്ള കോർട്ട്, നമ്മളെ യുവാക്കളും യുവത്വങ്ങളും പല 1500-2000 രൂപ കൊടുത്തിട്ടാണ് കോർട്ടിൽ പോയിട്ട് കളിക്കുന്നത്. മാടത്തിയിൽ, പിന്നെ കുന്നോത്ത്, അങ്ങ് പല പുന്നാട് എന്നീ സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മളെ ചെറുപ്പക്കാർ പോയിട്ട് കളിക്കുന്നത്. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ ഒരാളായി നിങ്ങൾക്കൊരു കോർട്ടിൻ്റെ സംവിധാനം എൻ്റെ ഒരു പദ്ധതി. അതുപോലെ തന്നെ പാവപ്പെട്ട കുറേ ആൾക്കാരുടെ വീടുകളുണ്ട്, അതൊക്കെ ഒരു പരിഹാരം കാണണം. നമ്മൾ ഒന്നിക്ക് എന്നെ കൊണ്ട് പഞ്ചായത്ത് ചെയ്യുന്നതിനെക്കാട്ടും എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. കുറേ സുഹൃത്തുക്കൾ സംവിധാനം ഫണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, സഹായിക്കുന്ന പാവങ്ങളെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്, സന്മനസ്സുള്ളവർ. അവരെ ഉപയോഗിച്ചെങ്കിലും ഇത് 2. മൂന്നാമത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, എത്രയോ തവണ ശ്മശാനത്തിന് വേണ്ടി സമരം ചെയ്തതാണ്. ശ്മശാനം തന്നെ എൻ്റെ അജണ്ട. ഈ കോർട്ട്, ശ്മശാനം, ഈ തിയേറ്റർ കോംപ്ലക്സിന് വന്നിട്ടൊന്നും കാര്യമില്ല. എന്നുവെച്ചാൽ ഇരിട്ടിയിൽ നല്ല തിയേറ്റർ വന്ന്, കൽപ്പന തിയേറ്റർ വേറൊരു കമ്പനി എടുത്ത് വലിയ തിയേറ്റർ വന്നു. ഉളിക്കൽ നല്ല സൗകര്യമായ തിയേറ്റർ ഉണ്ട്. ഇന്ന് അത് എന്തെല്ലോ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന, അവിടുത്തെ നിങ്ങളറിയ കോടതിക്ക് തൊട്ടൊരു കോടതി നടക്കുന്ന സ്ഥലത്താണ് ഈ തിയേറ്റർ കോംപ്ലക്സ് ഉള്ളത്. എത്ര വർഷമായി? 6-7 വർഷമാകാനായി ഈ സാധനം. എന്നിട്ടും ഇതുവരെയ്ക്ക് ആയിട്ടില്ല. ഇനി വിവരിച്ച് ഇത് സാധാരണക്കാരൻ ഞങ്ങൾ എൻ്റേതും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ജനങ്ങളോട് പറയുന്നത്, ഇവർ നിങ്ങളെ വളരെ നമ്മളെല്ലാവരെയും പറ്റിക്കുന്നൊരു രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത്. അതിൽ ഞാൻ ചില ആൾക്കാർ അതിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞതുപോലെയുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്നെ ഒരു മെമ്പറായി തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ എൻ്റെ വാർഡിൽ 19 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എൻ്റെ പഞ്ചായത്തിൽ അവരെയെല്ലാം വിജയിപ്പിച്ച് പഞ്ചായത്ത് കൊടുത്ത ഒരു തവണ അവരെ പരീക്ഷിക്കാം. ഞാൻ പറയുന്ന ഒരു ടേം, ഞാനിപ്പോൾ വോട്ടർമാരോടും പറഞ്ഞത് തന്നെ, ഒരു ടേം എന്നെ പ്രതീക്ഷിക്കും നിങ്ങൾ. അടുത്ത ടേം ഞാൻ നല്ലൊരു മെമ്പറല്ല, നിങ്ങൾ എന്നെ എടുക്കരുത്, അടുത്ത മത്സര രംഗത്ത് കൊണ്ടുവരാൻ വിടരുത്. അതാണ് എൻ്റെ ഉദ്ദേശം. ഒരു ടേം മതി. ഒരു ടേമിലൊരു വ്യക്തിക്ക് എന്തും ചെയ്യാൻ പറ്റും. റയീസ് കണിയറക്കൽ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മാടത്തി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു. എൻ്റെ സ്ഥലം, ഞാൻ താമസിക്കുന്ന സ്ഥലം പെരുവമ്പറമ്പാണ്. പെരുവമ്പറമ്പ് മുതൽ കുന്നോത്ത്, വട്ടിയറ, മാടത്തിൽ, കരുവണ്ണൂർ, അളപ്പറ, തന്തോട് എന്നീ വാർഡുകളാണ് എൻ്റെ ഡിവിഷനിലുള്ളത്. 7 വാർഡുകളാണ് ഡിവിഷനിലുള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് ഈ പ്രദേശത്തെ, ഈ പഞ്ചായത്തിലെ മുഴുവൻ സഹോദരങ്ങളും അമ്മമാരോടും അച്ഛന്മാരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ UDF സ്ഥാനാർത്ഥിയായി എനിക്ക് കയ്യടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നിങ്ങൾ ഏത് വിഷയത്തിലും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഞാനൊരു ജനപ്രതി എന്ന നിലയിലും നിങ്ങൾ എന്നെ ഏത് സമയത്തും എന്നെ സമീപിക്കാം. ഞാൻ രാഷ്ട്രീയം നോക്കാതെ, ഒരു കാരണവശാലും ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞ, ഒരു രാഷ്ട്രീയം നോക്കാതെ നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ കൂടെ ഒരു മെമ്പറായിട്ട് ഉണ്ടാകുമെന്ന് അപേക്ഷിക്കാൻ. നിങ്ങൾ എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വിനീതമായി വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് പായം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിലെ മാടത്തൻ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ റയീസ് കണിയാർക്കലാണ്. അദ്ദേഹത്തിന് മലയോര എക്സ്പ്രസ് ന്യൂസിൻ്റെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.